ഹലോ നമസ്കാരം. റൈസ് ടു പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ 3 വിളകളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ടാൽ മതി, ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. 3 കൃഷിരീതികൾ. അതിൽ 3 കൃഷിരീതിയാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം 3 വിളകളാണ്. ഖാരിഫ് വിള, റാബി വിള, സയ്ദ് വിള. ഖാരിഫ് വിള, റാബി വിള, സയ്ദ് വിളകൾ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്രോപ്സാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അത് നമ്മൾക്കറിയാം. അതിലെ ഖാരിഫ് ക്രോപ്സ്, ഇത് മഴക്കാലത്തെ ആശ്രയിച്ചുള്ള ഒരു കൃഷിരീതിയാണ് ഖാരിഫ് ക്രോപ്സ്. മഴക്കാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് ഖാരിഫ് ക്രോപ്സ്. അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ ഈ മാസങ്ങളിലാണ് ഇത് വിളവിറക്കുന്നത്. മഴക്കാലമാകുന്ന സമയമായതുകൊണ്ട് ജൂൺ ജൂലൈയിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവെടുക്കുന്ന കൃഷിയാണ് ഖാരിഫ് വിള. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്റ, റാഗി, ചണം. നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്റ, റാഗി, ചണം. ഇവയാണ് പ്രധാനമായ ഖാരിഫ് വിളകൾ. ഇത് പെട്ടെന്ന് ഓർക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളിത് പഠിച്ചു എന്ന് ഓർത്ത് വെച്ചേക്കണം. നെജോ, പരുജോ, ബജ്റ, റാഗി, ചണം. ഇത്രയേ ഉള്ളൂ. നെജോ, പരുജോ. അപ്പോൾ നെജോ, പരുജോ എന്ന് പറയുമ്പോൾ നേ എന്ന് പറയുമ്പോൾ നെല്ലാണ്, ഇതെല്ലാവർക്കും അറിയാം. നെജോ ചോളമാണ്, പരുത്തി, പിന്നെ ജോവർ, പിന്നെ ബജ്റ, റാഗി, ചണം. ഞാനൊന്നും കൂടെ പറയുന്നുണ്ട്. നെജോ നെല്ല്, ചോളം, പരുജോ പരുത്തി, ജോവർ. അപ്പോൾ നെജോ, പരുജോ, ബജ്റ, റാഗി, ചണം. ഇതാണ് പ്രധാനമായ ഖാരിഫ് വിളകൾ വരുന്നത്. പിന്നെ സോയാബീൻ, ഷുഗർ കെയിൻ, നിലക്കടല, ഓറഞ്ച് തുടങ്ങിയവയെല്ലാം ഖാരിഫ് വിളകളിൽ വരുന്നതാണെങ്കിലും പ്രധാനമായ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെജോ, പരുജോ, ബജ്റ, റാഗി, ചണം. നെല്ല്, ചോളം, പരുത്തി, ജോവർ, ബജ്റ, റാഗി, ചണം. ക്ലിയർ? ഇതിൽ നെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നെല്ലിൻ്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെല്ല്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾക്കറിയാം ഏത് രാജ്യമാണ്? ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ. കേരളത്തിലാണെങ്കിൽ പാലക്കാട്. കേരളത്തിൻ്റെ നെല്ലറ, കുട്ടനാട്. ക്ലിയർ? ഇനി അമോണിയ എന്ന വാതകത്തെ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യമാണ് നെല്ല്. മോഡൻ എന്നത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലാണ്. മോഡൻ എന്നത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃഷിരീതിയാണ്? നെല്ല്. നെൽവയലുകളിൽ നിന്ന് വമിക്കുന്ന വാതകം മീഥൈനാണ്. നെൽവയലുകളിൽ നിന്ന് വമിക്കുന്ന വാതകം ഏതാണ്? മീഥൈൻ, അല്ലേ? ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നു. ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെല്ലിനമാണ് ഏഴോം. ഉപ്പുവെള്ളത്തിൽ വളരുന്ന നെല്ലിനം ചോദിച്ചാൽ ഏഴോം. അടുത്തത് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ്. വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. ലോക നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയാണ്. അന്താരാഷ്ട്ര നെല്ല് വർഷം 2004 2013 ഏത് രാജ്യമാണ് നെല്ല് വർഷമായി ആചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പൈനാണ് കേട്ടോ. അത് എക്സാമിനെല്ലാം ചോദിച്ചതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഭൗമസൂചിക അവാർഡ് ലഭിച്ച ഔഷധ നെല്ല് നവര. ക്ലിയർ? അപ്പോൾ ഇതാണ് നെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് റാബി വിള. റാബി വിള. റാബിയിലെ നമ്മൾക്കറിയാം മഞ്ഞുകാലത്തെ കൃഷിരീതിയാണ്, കൃഷിവിളയാണ് റാബി വിള. അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഡിസംബറിൽ വിളവിറക്കി ഏപ്രിൽ മെയ്യിൽ വിളവെടുക്കുന്നു. ഉദാഹരണം ഗോതമ്പ്, ബാർലി, പയർ, കടുക് വർഗ്ഗങ്ങൾ. പ്രധാനപ്പെട്ടതാണ് ഗോതമ്പ്, ബാർലി, പയർ, കടുക് വർഗ്ഗം. ഇത് ഗോപബാലിക എന്ന് പഠിച്ചാൽ മതി. ഗോപബാലിക, അതായത് ഗോതമ്പ്, അത് പയർ എടുത്തോളൂ. ഗോതമ്പ്, ഗോപ പയർ, പിന്നെ ബാർലിയാണ്, പിന്നെ എന്ന് പറയുന്നത് കടുക്. ഒന്നും കൂടെ പറയാം. ഗോപബാലിക. ഗോതമ്പ്, പയർ, ബാലി എന്നുള്ളത് ബാർലി, കടുക്. അപ്പം ഗോപബാലിക. ഇത് റാബി വിളയാണ്. പിന്നെ പുകയിലയും റാബി വിളകൾക്ക് ഉദാഹരണമാണ് പുകയില, ടുബാക്കോട്ടോ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
പഠിച്ചു. അടുത്തത് സൈദ് വിളയാണ്. സൈദ് വിള നമ്മൾക്കറിയാം, വേനൽക്കാല കൃഷി രീതിയാണ് സൈദ്. അത് പഴം, പച്ചക്കറി തുടങ്ങിയവയൊക്കെയാണ് സൈദ് വിളകൾക്ക് ഉദാഹരണം. ക്ലിയർ. അപ്പോൾ ഖാരിഫ് വിള പറഞ്ഞു, മഴക്കാലത്തെ ആശ്രയിക്കുന്നു. ജൂൺ ജൂലൈയിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവെടുക്കുന്നു. നെജോ, പരിജോ, ബജ്റ, റാഗി, ചണം. നെച്ചോ, നെ എന്താ നെല്ല്, ചോ ചോളം, പരു പരുത്തി, ജോ ജോവർ, ബജ്റ റാഗി, ചണം. റാബി വിള മഞ്ഞുകാലത്തെ ഗോപബാലിക, 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 അതിൽ പുകയിലയും കൂടെ വരുന്നുണ്ട്, ഗോപബാലിക. അടുത്തത് സൈദ് വേനൽക്കാലത്ത് കൃഷി രീതിയാണ്. പഴം, പച്ചക്കറിയാണ് ഇതിലെ പ്രധാനമായ കൃഷി രീതി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ 3 വിളകളാണ് ഖാരിഫ്, റാബി, സൈദ്. ക്ലിയർ. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.